ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. صديق الفاروق عثمان علي أربعة ترتيب فضلهم جلي وستة تمام عشر طلحة زبير المفضال هادي لبها سعد سعيد وابن عوف عامر للحسن الحسين فضل ظاهر. واعلموا يا أمة محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ പരിശുദ്ധ ജുമുഅ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ഇരുത്തം അല്ലാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസിന്റെ ഈ ഇരുത്തത്തിന്റെ കാരണമായി നാളെ സ്വർഗീയ ലോകത്തും ഇതുപോലെ അതും ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തനബിയോട് കൂടി സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഈ അടുത്ത കാലത്ത് സമീപ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ പുറം രാജ്യത്തുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മുസ്ലിമീങ്ങൾക്ക് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ, ഫലസ്തീനിൽ കരാർ പാലിക്കപ്പെടാതെ ഇപ്പോഴും പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അറകൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. നേരം പോലെ ഇഫ്താർ പോലും, ഒരു നോമ്പ് പോലും തുറക്കാൻ കഴിയാതെ അവിടുത്തെ മുസ്ലിമീങ്ങൾ വലിയ പ്രയാസങ്ങൾ. അതേ സമാന വാർത്തകൾ നമ്മുടെ രാജ്യത്തും യുപിയിൽ നിന്ന് ഇഫ്താറിന് വേണ്ടി കാത്തിരുന്ന 2 ചെറുപ്പക്കാരെ പരസ്യമായി വെടിവെച്ച് കൊലപ്പെടുത്തിയ കാഴ്ച നമ്മൾ കണ്ടു ഈ അടുത്ത സമയത്ത്. ഇങ്ങനെ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെയും നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അത്തരത്തിലൊരു പ്രയാസങ്ങളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മുസ്ലിം ജനതക്കും അല്ലാഹു സലാമത്തും ഫതഹും നസ്റും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് 2 ഖലീഫമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മരുമക്കളെ കുറിച്ച് ഒറ്റ ദിവസം കൊണ്ട് സംസാരിച്ച് 4 ഖലീഫമാരെ കുറിച്ച് പറയാനാണ് നമ്മൾ ഈ വിശുദ്ധ റമദാനിൽ ഉദ്ദേശിച്ചത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം സൂചിപ്പിക്കാൻ മനസ്സിലാക്കാൻ ഒരൊറ്റ ഹദീസ് മതി. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ കാന ബഅദി നബി, എനിക്ക് ശേഷം ലോകത്തൊരു പ്രവാചകൻ വരാനുണ്ടെങ്കിൽ, ലോകത്തിന് ഒരു പ്രവാചകൻ വരാനില്ല, അവസാനത്തെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാൾ ലോകത്ത് ഒരു പ്രവാചകനാകാൻ സാധ്യത പോലും
ഉമർ തങ്ങൾക്ക് പ്രാധാന്യം വിശുദ്ധ ഇസ്ലാമില്ല. അത് മഹാനവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്താബ്ദം 581-ലാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വയസ്സുണ്ടാകുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ജനിക്കുന്നത്. 10 വയസ്സ് കുറവാണ്. ഉപ്പയുടെ പേര് ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞ പോലെ ഖത്താബ് എന്നാണ് ഉപ്പയുടെ പേര്. ഉമ്മയുടെ പേര് ഹന്തമാണ്. 13 മക്കളുണ്ടായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക്. 9 ആൺമക്കളും 4 പെൺമക്കളും, 13 മക്കളുള്ള കുടുംബമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് 2 ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് മുമ്പുള്ള കാലം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഇസ്ലാമിന് ശേഷമുള്ള കാലം ചർച്ച ചെയ്യപ്പെടുന്നു. ഇസ്ലാമിന് മുമ്പുള്ള കാലം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇത്രമാത്രം താരീഖിന്റെ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തില്ല. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിന്റെ മുമ്പുള്ള കാലം വലിയ രൂപത്തിൽ തന്നെ ഇസ്ലാമിക ലോകത്തിൽ ചർച്ച. അതിന്റെ കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിലെ ഏറ്റവും വലിയ ധീരനും പോക്കിരിയും എല്ലാ നിലക്കും ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 27 വർഷക്കാലം, 27ാമത്തെ വയസ്സിലാണ് അല്ലാഹു ഹിദായത്ത് കൊടുത്തത്. നല്ലൊരു കാലം ഇസ്ലാമിലെല്ലാവരും ജീവിച്ചിട്ടുണ്ട്. ആ കാലത്ത് വലിയ ധീരനായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാം നടക്കുന്ന ചന്തയാണ് ഉക്കാവ ചന്ത എന്ന് പറയും. അവിടെ കവിത ഉണ്ടാവും, പാട്ടുകൾ ഉണ്ടാവും, അതുപോലെ ഗുസ്തികൾ ഉണ്ടാവും, മലപ്പെടുത്തുണ്ടാവും, മത്സരങ്ങൾ ഉണ്ടാവും, എല്ലാം നടക്കുന്ന ചന്തയാണ് ഉക്കാവ ചന്ത. ആ ഉക്കാവ ചന്തയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഗുസ്തിയും ആയുധപ്പയറ്റും. ഇത് രണ്ടും എന്ന് ഉക്കാവ ചന്തയിലുണ്ടോ അന്ന് അവിടെ മഹാനവറുകളുണ്ടാവും. ഒരു ദിവസം അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാൾ, നല്ല ആരോഗ്യമുള്ള ധൈര്യമുള്ള ധീരനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹുങ്കാരം മുഴക്കി, എന്നെ പരാജയപ്പെടുത്താൻ ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിലും ഒന്ന് കടന്നു വരട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരെയും മലപ്പെടുത്തത്തിൽ പരാജയപ്പെടുത്തി. ആ മനുഷ്യനോട് ഏറ്റുമുട്ടാൻ പിന്നെ വന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. അദ്ദേഹത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് ചരിത്രത്തിൽ കാണാൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ക്രൂരമായ ഒരു ധീരതയോട് കൂടി ക്രൂരതയും കൂടെ ഉണ്ടായിരുന്നു ഇസ്ലാമിക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഈ ക്രൂര മനസ്സ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ലഭിക്കപ്പെട്ടത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. 10 വയസ്സാവുമ്പോൾ തന്നെ ഉപ്പ പറഞ്ഞേക്കും, ജോലിക്ക് പറഞ്ഞു. കുട്ടിക്ക് വേറെ ഒന്നുമില്ല, ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പറഞ്ഞേച്ചിട്ടുണ്ട് ഖത്താബ്. എന്താ ജോലി? ആടിനെ മേക്കല ജോലി. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ആടിനെ എന്ന് പറഞ്ഞാൽ 100, 150, 200, 300 ആടിനെ കൊണ്ട് മലഞ്ചെരുവിലേക്ക് പോകണം. മക്കയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ലജ്നാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആടിനെ മേക്കാൻ പോകുന്നത്. 100, 150, 200 ആടുമായിട്ട് ആടിനെ മേക്കാൻ പോകും. ആടിനെ മേച്ച് തിരിച്ചു വരുന്ന സമയത്ത് 1, 2 പുറവേക്കാരം. കാരണം 100 കണക്കിന് ആടുകളാണ് നോക്കിയെടുത്തൂല. 1, 2 ചെന്നായ വിളിച്ചിട്ടുണ്ടാവും, ചെറുത് കൂട്ടം തെറ്റി പോയിട്ടുണ്ടാവും, അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടാൽ ഈ ആടുമായി തിരിച്ചെത്തിയാൽ ഖത്താബിന്റെ പണി ആടിനെ എണ്ണെടുക്കില്ല. ഇതിനെ മാറ്റി നിർത്തുമ്പോൾ ആടിനെ ഒന്ന് കുറവാണോ? അന്ന് മകന് ക്രൂരമായ പീഡനം, ക്രൂരമായ പീഡനം വളരെ ചെറുപ്പത്തിൽ നിന്ന് ഉപ്പയിൽ നിന്ന് നേരിട്ടു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഒരു പീഡനം അനുഭവിച്ച് മഹാനവറുകളുടെ മനസ്സ് ചെറുപ്പം മുതൽക്ക് തന്നെ മരവിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ക്രൂരമായ മനസ്സ്. എത്രത്തോളം എന്ന് വെച്ചാൽ തന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ബസീന എന്ന പേരുള്ള ഒരു അടിമ സ്ത്രീയുടെ, ആ അടിമ സ്ത്രീയെ ക്രൂരമായി ആക്രമിച്ച് അവശയാക്കിയപ്പോഴാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പാരിതോഷികം കൊടുത്തിട്ട് ആ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. ഉമർ തങ്ങളെ കയ്യിൽ, കാരണം അന്ന് 2 പേര് 2 പക്ഷത്താണ്. സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാമിലും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പക്ഷത്താണ്. അത്രമേൽ ക്രൂരമായ ഒരു മനസ്സ്, കഠിന ഹൃദയനായിരുന്നു ഇസ്ലാമിക്ക് വേണ്ടി. ഏതായിരുന്നാലും ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ എപ്പോഴുള്ള ഒരു ആശങ്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുള്ള വല്ലാത്തൊരു താല്പര്യം, 2 ആളുകളുടെ ഹിദായത്ത് അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ആ 2 ആളുകളും ധീരന്മാരാണ്, ധൈര്യശാലികളാണ്, നല്ല ബുദ്ധിമാന്മാരായ 2 ആളുകൾ.
ഒന്ന് അബൂജഹലാണ്, മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ഈ രണ്ടുപേരും നല്ല ധീരന്മാരും ബുദ്ധിശാലികളുമായതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം, പടച്ചവനെ ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അത് ഇസ്ലാമിന് വല്ലാത്ത സഹായമാകും എന്ന് മനസ്സിലാക്കി. ഇസ്ലാമിന്റെ പ്രാരംഭകാലമാണ്, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ഇസ്ലാം സ്വീകരിച്ച കാലമാണ്. പരസ്യമായി പോലും ഇസ്ലാം പ്രബോധനം ചെയ്യാൻ പേടിയുള്ള കാലമാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരസ്യമായി പ്രബോധനം ചെയ്തപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിച്ചുകൊണ്ട് വളരെയേറെ പീഡനങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതുവരെ ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം തുടങ്ങിയിട്ടില്ല. അന്ന് അല്ലാഹു റസൂലിന്റെ മനസ്സിന്റെ രണ്ടാമൊരാൾ ഇസ്ലാമിലേക്ക് വരണം, എന്നാൽ ഇവിടെ വളരെ സുഖകരമായി ദീന പ്രബോധനം ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹിന്റെ ദുആ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഅഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക ബിഅബീ ജഹൽ വ ബിഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവേ, നിനക്ക് ആരാണോ ഇഷ്ടമെങ്കിൽ, അബൂജഹലാണോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണോ പടച്ചവനെ നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ, ആ ഇഷ്ടപ്പെട്ട മനുഷ്യനെ കൊണ്ട് ഇസ്ലാമിനെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ഇത് റസൂലുള്ള നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാമിൽ ശക്തിപ്പെടണം, ഇത് റസൂലുള്ളാഹിന്റെ നിരന്തര പ്രാർത്ഥന. അങ്ങനെ ഈ പ്രാർത്ഥന പടച്ച റബ്ബ് കബൂലാക്കിയതിന്റെ ഫലമാണ് തന്റെ 27ാമത്തെ വയസ്സിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഏറെ അത്ഭുതകരമായത് എന്താണ്? 27ാമത്തെ വയസ്സിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം പോലും അല്ലാഹുവിന്റെ റസൂലിനെ കൊലപ്പെടുത്താൻ ഇറങ്ങിയ യാത്രയിലാണ് അല്ലാഹു ഹിദായത്ത് കൊടുത്തത് എന്നാണ് വലിയ അത്ഭുതം. അന്ന് ഖുറൈശികൾ വലിയ പാരിതോഷികം വെച്ചു. മുഹമ്മദ് നബിയുടെ തലയറുക്കുന്നവർക്ക് വലിയ പാരിതോഷികം. ആരാണോ മുഹമ്മദ് നബിയെ കൊലപ്പെടുത്തി തല കൊണ്ടുവന്നു തരുന്നതെങ്കിൽ അയാൾക്ക് വലിയ പാരിതോഷികം എന്ന് ശത്രുക്കൾ പ്രഖ്യാപിച്ച സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുറൈശികളോട് പറഞ്ഞു, എന്നാൽ ആ പാരിതോഷികം തയ്യാറാക്കി വെച്ചോളൂ, മുഹമ്മദിന്റെ തല എടുത്തുകൊണ്ടായിരിക്കും എന്റെ മടങ്ങി വരവ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അന്ന് പറഞ്ഞു, ആ യാത്ര തിരിച്ചു പിടിച്ച വാളുമായി, ആ വാളുകൊണ്ട് റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി യാത്ര തിരിച്ച യാത്രാ മധ്യയിൽ അതാ മഖ്സൂമി ഗോത്രത്തിലുള്ള ഒരു അടിമയെ കാണുന്നു. മഖ്സൂമി ഗോത്രക്കാരനായ ഒരു അടിമയെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അല്ല ഉമറേ, നീ എങ്ങോട്ടുള്ള യാത്രയാണ് ഇത്ര ശൗര്യത്തോടെ? പറഞ്ഞു, മുഹമ്മദിന്റെ കഥ കഴിക്കാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ തലയെടുക്കാനുള്ള യാത്രയിലാണ് ഞാൻ. ഇവിടെ ഖുറൈശികളെ തമ്മിൽ തല്ലിക്കാൻ, ഈ കുടുംബത്തെ ചിത്രമാക്കാൻ, ചിഹ്നഭിന്നമാക്കാൻ മുഹമ്മദ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഹമ്മദിന്റെ തലയെറുക്കാനാണ് എന്റെ യാത്ര. ആ സമയത്ത് മഖ്സൂമി ഗോത്രക്കാരനായ അടിമ പറഞ്ഞു, അർഗബതൻ ദീനി ആബാഇക വത്തബഅത ദീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ മുഹമ്മദിന്റെ ദീന് പിന്തുടരാനാണ് പോണത്. ഉമർ തങ്ങളെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്, മുഹമ്മദിന്റെ ദീന് പിന്തുടരാനാണ് നീ പോണത്. നിന്റെ പൂർവികർ പരിശീലിച്ചു പോന്ന മതത്തിൽ നിന്ന് നീ മാറി ചിന്തിക്കുകയാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്തേ നിങ്ങൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? ആ സമയത്ത് ആ മഖ്സൂമി ഗോത്രക്കാരനായ അടിമ പറഞ്ഞു, അല്ല ഉമറേ, നിന്റെ വീട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ വിചിത്രമാണ്. നീ നിന്റെ പൂർവികരുടെ മതമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറയുന്നു. മുഹമ്മദ് നബിയുടെ മതം സ്വീകരിക്കൂല, മുഹമ്മദ് നബിയെ കൊലപ്പെടുത്താനാണ് പോകുന്നത് എന്ന് നീ പറയുന്നു. പക്ഷേ നിന്റെ സ്വന്തം സഹോദരിയും നിന്റെ സഹോദരി ഭർത്താവും ആ മുഹമ്മദ് നബിയുടെ മതം പിന്തുടരുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. വീട്ടിൽ ഞാൻ അറിയാതെ ഇസ്ലാം നേരെ പിന്നെ യാത്ര വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ, തന്റെ സഹോദരി വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ
إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى. ഈ ത്വാഹ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്തോ ഒരു ശബ്ദം ഇവിടുന്ന് കേട്ടല്ലോ സഹോദരിയോട്. സഹോദരി പറഞ്ഞു, അതൊന്നുമില്ല, മനഃപൂർവ്വം കളവ് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ ശൗര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്താണെന്ന് കാണണം, എനിക്ക് കാണണം, അതിന്റെ കയ്യിലേക്ക് തരണം. കൊടുക്കാത്തതിന്റെ പേര് സഹോദരിയെയും ഭർത്താവിനെയും ക്രൂരമായി ആക്രമിക്കുകയാണ്. സഹോദരി പറഞ്ഞു, തരാം. ആക്രമിച്ചു. ശരീരത്തിൽ നിന്ന് ചോര വരാൻ തുടങ്ങി, രക്തം മുഖത്ത് നിന്ന് വാർന്നൊലിക്കാൻ തുടങ്ങി. ആ സമയത്ത് സഹോദരി തന്റെ ജ്യേഷ്ഠന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞു, ഉമറേ, സത്യം നിന്റെ മതത്തിന്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കണം? ഒരൊറ്റ വാക്കാണ്. സത്യം നിന്റെ മതത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നിന്നെ പിന്തുടർന്ന് നിൽക്കുന്നത്? സത്യം ഹഖായ ദീൻ മുഹമ്മദ് നബി കൊണ്ടുവന്ന പരിശുദ്ധ ഇസ്ലാമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാം പിന്തുടരാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഗ്രന്ഥം ഞാനൊന്ന് കാണട്ടെ, എനിക്കൊന്ന് വായിക്കണം, അതൊന്ന് തരണം. അവർ പറഞ്ഞു, ഇത് ശുദ്ധിയില്ലാതെ ഈ ഗ്രന്ഥം തൊടാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കുളിച്ച് വൃത്തിയായി വുളൂ ചെയ്തു വന്നു. ഈ പരിശുദ്ധ ത്വാഹ സൂറത്തിന്റെ ഭാഗങ്ങൾ തന്റെ കയ്യിലേക്ക് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ പരിശുദ്ധമായ സൂറത്ത് ത്വാഹ ഓതി 14-ാമത്തെ ആയത്തെത്തിയപ്പോൾ രണ്ട് കണ്ണും ഉമർ തങ്ങൾക്ക് നിറയാൻ തുടങ്ങി, കണ്ണീര് വരാൻ തുടങ്ങി. മനസ്സാന്തരം മനസ്സിന് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഹോദരിയോട് പറഞ്ഞു, എനിക്ക് മുഹമ്മദ് നബിയെ കാണണം. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട മനുഷ്യന്റെ ഹിദായത്ത് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹിനെ എനിക്ക് കാണണം. സഫാ താഴ്വരയിൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഒരു ചെറിയ വീട്ടിലിരിക്കുമ്പോ അങ്ങോട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. തന്റെ കയ്യിൽ നേരത്തെ പിടിച്ച വാളുണ്ട്, ആ വാളുകൊണ്ടാണ് കടന്നു വരുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറിന്റെ സദുദ്ദേശമാണെങ്കിൽ നമുക്ക് ഉമറിനെ തടയണ്ട. അതല്ല, ഉമറിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ റസൂലിനെ വധിക്കലാണ് ലക്ഷ്യമെങ്കിൽ ഇന്ന് ഉമർ ഇവിടുന്ന് ജീവനോടെ തിരിച്ചു പോകില്ലെന്ന് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു വലിയ ധീരനായിരുന്നു, വലിയ ശൂരനായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നിട്ട് റസൂലുള്ളാഹിനെ തന്റെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ശാദ്ര തീരത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 27-ാം വയസ്സിലേക്ക് കടന്നു വരികയാണ്. 27 കൊല്ലം ഹിദായത്തിന്റെ വെളിച്ചമില്ലാത്ത ആ നാട്ടിലെ ഏറ്റവും ശൂരനും ധീരനും പോക്കിരിയുമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയാണ്. നേരെ ഇസ്ലാം സ്വീകരിച്ചു. ആലോചിച്ചു, ഒരു മനുഷ്യന്റെ ഹിദായത്ത്. ഒരാളെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ട മനുഷ്യന് ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ട് തിരിച്ചു പോവുകയാണ്. നേരെ ഹിദായത്തിലേക്ക് ഇസ്ലാം സ്വീകരിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിനോട് ഒറ്റ കാര്യം പറഞ്ഞു, നബിയേ, നമ്മുടെ സത്യത്തിന്റെ മേലിലല്ലയോ? ഇത്രയും കാലം ഇസ്ലാം മറച്ചു വെച്ചില്ല നബിയേ, നമ്മൾ സത്യത്തിന്റെ മേലിലല്ലയോ? പിന്നെന്തിനാണ് ഇസ്ലാമിയെ മറച്ചു വെച്ച് പ്രബോധനം ചെയ്യുന്നത്? പരസ്യമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനമില്ല, രഹസ്യമായി എവിടെയെങ്കിലും കൂടി ഇരുന്ന് ചർച്ച ചെയ്യും. വിരലെണ്ണാകുന്ന ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അലസ്നാ അലൽ ഹഖ് നബിയേ, നമ്മൾ ഹഖിന്റെ മേലിലല്ലയോ? സത്യത്തിന്റെ മേലിലല്ലേ? നമ്മൾ ഇസ്ലാം സത്യല്ലേ? പിന്നെ എന്തിനാണ് മറച്ച് പ്രബോധനം ചെയ്യുന്നത്? നിങ്ങൾ വരെ കഅബയിലേക്ക് പോകാം എന്ന് പരസ്യമായി കഅബത്ത് പോകാൻ പോലും അല്ലാഹുവിന്റെ റസൂൽ ഭയപ്പെട്ട കാലം. കാരണം ഖുറൈശികൾക്ക് അസൂയയാണ്. ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് മുഹമ്മദ് പ്രവാചകനാവുകയോ അതിനേക്കാൾ പ്രായമുള്ളവർ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ മനസ്സിൽ അന്ന് അങ്ങനെ ഒരു വിഷുപ്പുണ്ടായി. അതുകൊണ്ട് നബിതങ്ങൾക്ക് പരസ്യമായി പ്രബോധനം ചെയ്യാൻ കഴിയാതെ വന്നു. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയെ, പരസ്യ പ്രബോധനം തുടങ്ങണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വരിയുടെ മുന്നിലും ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഒരു വരിയുടെ മുന്നിൽ നിന്നുകൊണ്ട്
രണ്ട് വരിയായി പരിശുദ്ധ കഅബയിലേക്ക് പരസ്യമായി ഇസ്ലാമിന്റെ പ്രബോധനവുമായ റസൂലുള്ളാഹിന്റെ നേതൃത്വത്തിൽ കടന്നു ചെല്ലുകയാണ്. അന്ന് മുതൽ ഇസ്ലാമിന്റെ നല്ല കാലം. പരസ്യമായി ഇസ്ലാം പ്രബോധനം ചെയ്യാൻ തുടങ്ങുകയാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകാൻ തുടങ്ങുകയാണ്. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, അവിടുത്തെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ശരിവെച്ചുകൊണ്ട് ഖുർആൻ പോലും ആയത്തിറക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ തീരുമാനത്തിന് മാറ്റം വരുത്തി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മറ്റൊരു തീരുമാനം പറഞ്ഞപ്പോൾ ആ തീരുമാനമാണ് ശരി എന്ന് പറഞ്ഞിട്ട് പോലും ആയത്തിറക്കിയിട്ടുണ്ട്. അതെന്താണ്ടായിരുന്നു വെച്ചാല് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മുനാഫിഖീങ്ങളുടെ നേതാവാണെന്ന്. ആയിഷ ബി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാരാരോപണം നടത്തിയ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. പക്ഷേ അയാൾക്ക് മദീന പള്ളിയിൽ നല്ലൊരു ജോലി അല്ലാഹു റസൂൽ കൊടുത്തിരുന്നു. ആ ജോലി നിസ്കരിക്കാൻ സഫ് നിൽക്കുമ്പോൾ സഫ് ശരിയാക്കാനുള്ള ബുദ്ധിയായിരുന്നു. നല്ലൊരു ജോലിയാണ്. പക്ഷേ അയാൾ നിഫാഖ് ഉണ്ടായി, മുനാഫിഖ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഹിദായത്തില്ല. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനോട് റസൂലുള്ളാഹിക്ക് മനസ്സുകൊണ്ട് വല്ലാത്തൊരു ഇഷ്ടം. കാരണം മദീന പള്ളിയിൽ സഫ് ശരിയാക്കിയെന്ന് ജോലി എടുത്തിരുന്ന ആളാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തോട് റസൂലുള്ളാഹിക്ക് ഒരു ഇഷ്ടം ഉണ്ടായി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖ് മരണപ്പെട്ടപ്പോ റസൂല് മയ്യിത്ത് നിസ്കരിക്കാൻ തയ്യാറായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അത് മുനാഫിഖല്ലേ, ആ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പറഞ്ഞില്ല അവരെ കുറിച്ച്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 തവണ അവർക്ക് വേണ്ടി പൊറുക്കൽ തേടിയാലും നബിയേ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് ഖുർആനില്ലേ പറഞ്ഞത്. 70 തവണ അവർക്ക് വേണ്ടി പൊറുക്കൽ തേടിയാലും അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞതല്ലേ നബിയേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്നത്? റസൂൽ പറഞ്ഞു, ഖുർആനിൽ 70 എന്നല്ല പറഞ്ഞത്. 71 ചെല്ലിയാൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ പുറത്തു കൊടുക്കുമെങ്കിൽ ഞാൻ 71 തവണ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിന് വേണ്ടി പൊറുക്കലിനത്തോടും. റസൂലുള്ളാഹിന്റെ മനസ്സിൽ താല്പര്യം 70 അല്ല പറഞ്ഞു, 71 അയാൾ രക്ഷപ്പെടുമെങ്കിൽ 71 തവണ അയാൾക്ക് വേണ്ടി പൊറുക്കലിനത്തോടും. നേരെ തിരിച്ച് റസൂൽ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അയാളുടെ മയ്യിത്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുകയാണ്. ഉടനെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ 84-ാമത്തെ ആയത്ത് അല്ലാഹു അവതരിപ്പിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗം ശരിവെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുന്നു. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അവരിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാലും അവരെ നിസ്കരിക്കാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗം ശരിവെച്ചുകൊണ്ടാണ് ആയത്തിറങ്ങിയത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമറേ, അല്ലാഹു നിന്റെ നാവിലൂടെ സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഖുർആൻ പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗം ശരിവെച്ച ആയത്തിറങ്ങി. പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാം, പല ഭാഗങ്ങളും കാണാം. അവിടുത്തെ ഭരണരീതി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ലോകത്ത് വരാനുണ്ടെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞെങ്കിൽ അവിടുത്തെ ജീവിത രീതിയാണ്, അവിടുത്തെ ഭരണരീതിയാണ്, എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ആ രീതി, ജീവിതശൈലി മഹാനവരുടെ ജീവിതത്തിൽ കാണാം. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അത്രയും ഉത്കൃഷ്ടമായ ഭരണം അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം അവിടുത്തെ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അത് നീതിയോട് കൂടിയുള്ള ഭരണമാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. വളരെ പ്രധാനമായ ഒരു സംഭവം നടന്നു മഹാനവറുകളുടെ കാലത്ത്. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ മൺകരയിലാണ് ഈജിപ്ത്. പക്ഷേ മുസ്ലിം രാജ്യമാണ് ഈജിപ്ത്. ആഫ്രിക്കയിൽ ഈജിപ്തിലെ ഗവർണറായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് നിയോഗിച്ചത് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഈജിപ്തിലേക്ക് ഗവർണറായിട്ട് പറഞ്ഞേക്കുന്നത്. ഖലീഫ മദീനത്ത് നിന്നുകൊണ്ട് ഓരോ രാജ്യത്തേക്കും ഓരോ ഖലീഫയെ നിയോഗിച്ചു. അങ്ങനെ നിയോഗിച്ച കൂട്ടത്തിൽ ഈജിപ്തിലേക്ക് പോയത്, കൈറോയിലേക്ക് പോയത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഗവർണറായിട്ട്.
അദ്ദേഹം അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി. അങ്ങനെ അന്ന് ഈജിപ്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഹോബിയായിരുന്നു ക്യാമൽ റേസിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളെ വെച്ചുള്ള മത്സരം അന്നാണ്. അതുപോലെ കുതിരയെ വെച്ചുകൊണ്ടുള്ള റേസിംഗ് മത്സരങ്ങൾ, ഓട്ട മത്സരങ്ങൾ അന്നാണ്. അത് ഈജിപ്തിലെ ഒരു ശൈലിയാണ്. അങ്ങനെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ അംർ, അദ്ദേഹം നല്ല കുതിരപ്പന്തയക്കാരൻ, അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ പന്തയം അതിന്റെ മത്സരങ്ങളിലൊക്കെ നല്ല കഴിവുള്ള ആളായിരുന്നു മുഹമ്മദ് ബിൻ അംർ. ഈ അംർ ബിൻ ആസ് എന്ന് പറയുന്ന ഗവർണറുടെ മകനാണ്. അങ്ങനെ മുഹമ്മദ് ബിൻ അംർ എല്ലാ മത്സരത്തിലും വിജയിക്കും. ഒരിക്കലും ഒരു മിസ്രിയോടൊരു മത്സരം നടന്നു. ആ മിസ്രിയോടുള്ള മത്സരത്തിൽ മിസ്രി ഫസ്റ്റ് നേടിയിട്ട് മുഹമ്മദ് ബിൻ അംർ രണ്ടാം സ്ഥാനം പിന്നിലേക്ക്. അന്ന് മത്സരത്തിൽ വിജയിക്കാൻ നോക്കുന്നത് രണ്ടാം സ്ഥാനത്ത്. ആ മുഹമ്മദ് ബിൻ അംറിന്റെ ഈ മത്സരത്തിൽ പരാജയപ്പെടുത്തിയ ദേശത്തിൽ അന്ന് മിസ്രിയുടെ മുഖത്തേക്ക് മുഹമ്മദ് ബിൻ അംർ അടിയടിച്ചു. കാരണം ഗവർണർ മോനാണ്, മറ്റൊരു സാധു മനുഷ്യനാണ്, മിസ്രിയാണ്. അപ്പൊ ഗവർണർ മോനെ പരാജയപ്പെടുത്തി എന്നുള്ള നിലക്കാണ് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുഖത്തടിക്കുന്നത്. ആ മിസ്രി ഒരിക്കൽ മദീനത്തേക്ക് വരിക. അങ്ങനെ മദീനത്തേക്ക് 45 ദിവസം 40ലധികം ദിവസത്തെ വഴിദൂരണ്ട് ഈജിപ്തിൽ നിന്ന് കെയ്റോയിൽ നിന്ന് അന്ന് മദീനത്തേക്ക്. ഫ്ലൈറ്റൊന്നുമില്ലല്ലോ. ആ രൂപത്തിൽ വരാൻ ദിവസങ്ങളോളമുള്ള ദൈർഘ്യം. മിസ്രി കാലങ്ങൾ എടുത്തുകൊണ്ട് മദീനയിലെത്തിയിട്ട് മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് നീതി കിട്ടണം. ഒരു ഖലീഫയോട് പറഞ്ഞു, എനിക്ക് നീതി കിട്ടണം. എന്താ കാരണം? നിങ്ങൾ ഗവർണറായിട്ട് ഈജിപ്തിലേക്ക് അയച്ച അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ അംർ അന്യായമായി മുഖത്തടിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് നീതി കിട്ടണം, എനിക്ക് തിരിച്ചടിക്കണം. ആ മിസ്രി ഇവിടെ വന്ന് പറഞ്ഞു, ഖലീഫിനോട് പറഞ്ഞു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് എഴുത്തയച്ചിട്ട് പറഞ്ഞു, രണ്ടാളുണ്ടാണ് മദീനയിലെത്തും. ആരെയാണ്? ഗവർണർ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അന്നത്തെ ഗവർണറാണ്. ആ ഗവർണർ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോടും തന്റെ മകൻ മുഹമ്മദ് ബിൻ അംറിനോടും മദീനത്തെത്താൻ വേണ്ടി എഴുത്തയച്ചു. രണ്ടുപേരും ദിവസങ്ങളെടുത്ത് മദീനയിലെത്തി. മദീനയിലെത്തിയ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നേരെ പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഓതുകയാണ്. 45 ദിവസത്തെ വഴി ദൂരമുള്ള യാത്ര ചെയ്തുകൊണ്ട് മദീനത്തെത്തിയ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസ് ബിൽ ഹഖ്. ദാവൂദ് നബി ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. ദാവൂദ് നബിയുടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസ് ബിൽ ഹഖ്. ജനങ്ങൾക്കിടയിൽ ഹഖ് കൊണ്ട് നിങ്ങൾ വിധിക്കണം. അന്യായം ഒരിക്കലും ചെയ്യരുത്, അനീതിക്ക് നിങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കരുത്. വലാ തത്തബിഉൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കരുത്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ഫയുല്ലക അൻ സബീലില്ലാഹ്, നിങ്ങൾ പഴച്ചു പോയേക്കാം. ഈ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ ഈ ആയത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. അതുകൊണ്ട് പകരം നിങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. പരാതി പറഞ്ഞ ഒരു സാധാരണക്കാരനോ ഒരു മിസ്രിയാണ്, ശരിയാണ്. പക്ഷേ നിങ്ങൾ ഗവർണറാണ്, നിങ്ങളുടെ മകനാണ്. മിസ്രിയെ ആക്രമിച്ചിട്ടുള്ളത് പക്ഷേ ഗവർണറാണ് എന്ന ആ ഒരു നിലവെച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇളവ് നൽകാൻ സാധ്യമല്ല. ചാട്ടവാർത്തുപ്പയെയും മകനെയും ചാട്ടവാറുകൊണ്ട് അടിച്ചു എന്ന് കാണാം. ഗവർണർ സത്യത്തിലെ തെറ്റ് ചെയ്ത ആളില്ല, പക്ഷേ ഗവർണർ മകന് കൂട്ടുനിന്നു, അന്യായത്തിന് കൂട്ടുനിന്നുണ്ട്. ഇങ്ങനെ ഒരു ഭരണാധികാരിയെ ലോക ചരിത്രത്തിൽ നോക്കിയപ്പോൾ കാണാൻ കഴിയും. ഇങ്ങനൊരു ഭരണാധികാരി ലോക ചരിത്രത്തിൽ നോക്കിയാൽ കാണുക. തുല്യതയില്ലാത്ത ഭരണ മാതൃക ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രയും അതുകൊണ്ടാണ് പലരും ആഗ്രഹിച്ചത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണത്തെക്കുറിച്ച് പലരും ആഗ്രഹിച്ചത്. വലിയ തത്വചിന്തകന്മാരും ഭൗതിക ചിന്തകന്മാരൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണത്തെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചു. ഓരോന്നും നോക്കിയാൽ കാണാം. മഹാനവറുകൾ തന്നെ പറയുന്നതായിട്ട് കാണാം, ലൗ മാത ജബലുൻ ലിയാൻ അലാ ശത്തിൽ ഫുറാത്തി ലഖശീത യസ്അലനി അല്ലാഹു അൻ. നല്ല ഒരു ഗൗരവമുള്ള കാര്യം ആലോചിച്ചു.
ഒട്ടകങ്ങാനം മരണപ്പെട്ടു പോയാൽ, ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ, വിശപ്പ് സഹിച്ചുകൊണ്ട് ഒരൊട്ടകത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ, ടൈഗ്രീസ് നദീ തീരത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒട്ടകം വിശന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ പേടിക്കുന്നു. ഒരു മനുഷ്യന്റെ കാര്യമല്ല, നാൽക്കാലിയുടെ കാര്യത്തിൽ പോലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, വിശന്ന് പട്ടിണി കിടന്ന് ഒരു ജീവിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് അവിടുത്തെ ഭരണ മികവ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രാത്രി സമയമായാൽ അദ്ദേഹം പുറത്തിറങ്ങും. എന്നാ പകൽ സമയം വീട്ടിലുണ്ടോ? പകലും വീട്ടിലില്ല. തന്റെ ഭാര്യ ആതിക റളിയല്ലാഹു അൻഹ ഒരു സമയം ചോദിച്ചല്ലയോ അമീറുൽ മുഅ്മിനീൻ, പ്രിയപ്പെട്ട ഭാര്യക്ക് ഭർത്താവിനെ കിട്ടുന്നില്ല, എല്ലാ സമയത്തും ജനസേവനത്തിനാണ് അദ്ദേഹമുള്ളത്. യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ലൗ നിംത ഫഇന്നക ലാ തനാമു ഫിൽ ലൈലി വലാ ഫിൻ നഹാർ, പകൽ ഉറങ്ങുന്നില്ല, നിങ്ങൾക്ക് കുറച്ചു നേരം കിടന്നുറങ്ങിക്കൂടെയോ ഖലീഫ? രാത്രിയും ഉറങ്ങില്ല, പകലും ഉറങ്ങില്ല. ലൗ നിംത ഫഇന്നക ലാ തനാമു ഫിൽ ലൈലി വലാ ഫിൻ നഹാർ, രാത്രിയും പകലും വിശ്രമമില്ല. ഇത് ഖലീഫയോട് തന്റെ ഭാര്യ ആതിക ബീവി പറഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവളെ, ഞാൻ രാത്രി ഉറങ്ങിയാൽ എന്റെ റബ്ബിന് കൊടുക്കാനുള്ളത് എനിക്ക് ബാക്കിയാകും. രാത്രി ഉറങ്ങാൻ കഴിയൂല. എന്നാ പകല് ഞാൻ കിടന്നുറങ്ങിയാലോ എന്റെ പ്രജകൾക്ക് ആവശ്യമായത് നൽകുന്നതിനും ഞാൻ കുറഞ്ഞു പോകും, അതിനും എനിക്ക് സമയമില്ലാതെയാകും. അതുകൊണ്ട് ഉറങ്ങാൻ മാത്രം എന്നോട് പറയരുതെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖിൽ കാണാൻ മരണപ്പെട്ടപ്പോൾ, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞപ്പോഴാണ് ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ശരീരത്തിൽ കറുത്തിരുണ്ട കുറെ പാടുകൾ കാണുകയാണ്. ആളുകൾ വന്നു ഭാര്യയോട് ചോദിച്ചു, ഞങ്ങളുടെ ഖലീഫ ആരാണ് ആക്രമിച്ചത്, ഞങ്ങളുടെ ഖലീഫ ആരാണ് മർദ്ദിച്ചത് എന്ന് ഞങ്ങൾക്കറിയണം. കാരണം പുറത്ത് നല്ല കറുത്ത ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ട പാടുകളുണ്ട്. ഖലീഫ ജീവിതകാലത്ത് ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല. ആരാണ് ഖലീഫയെ മർദ്ദിച്ചത്? ഭാര്യയോട് ചോദിക്കാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ ജനാസ നോക്കുമ്പോഴാണ് ഈ അടയാളം കാണുന്നത്. അവിടുത്തെ ഭാര്യ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് ഈ കാര്യം അന്വേഷിച്ചിരുന്ന ആളുകളോട് പറഞ്ഞു, ഖലീഫയെ ഇതുവരെ ഒരാളും ആക്രമിച്ചതായി എന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഉമർ തങ്ങൾ ആക്രമിക്കാൻ ഇന്ന് മദീനയിൽ ഒരാളും ധൈര്യം കാണിക്കൂല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം, രാത്രി സമയമായാൽ അദ്ദേഹം റൂമിലേക്ക് കയറും, കഥകടച്ച് കുറച്ചു നേരം തനിച്ചു നേരം ഇരുന്നുകൊണ്ട് അദ്ദേഹം സ്വയം സംസാരിക്കും. ഉമറെ, നീ എന്തിനാണ് അത് ചെയ്തത്? ഉമറെ, എന്തേ നീ അത് ചെയ്യാതിരുന്നത്? ഇത് സ്വന്തം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിക്കുമായിരുന്നു എന്ന് അവിടുത്തെ ഭാര്യ പറയുകയാണ്. ഹിസാബ് നടത്തി സ്വന്തം ശരീരത്തെ. ഹിസാബ് വരുന്നതിന്റെ മുമ്പ് സ്വന്തം ശരീരത്തെ ഹിസാബ് നടത്തി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ പറയരുത്. ഭാര്യയോട് പറഞ്ഞു, ഉറങ്ങാൻ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, രാത്രി സമയമായാലും പുറത്തിറങ്ങണം. അങ്ങനെ രാത്രി യാത്ര ചെയ്ത് ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടവരുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒരു ദിവസമാണ് രാത്രി സമയം പോയി നോക്കുമ്പോൾ ഒരു വെളിച്ചം കാണുന്നു. ചെറിയൊരു കുടിലാണ് വെളിച്ചം കാണുന്നു. ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ഉമ്മയും കുറച്ച് കുട്ടികളും മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കരയുന്നു, ഉമ്മ അടുപ്പിന് സമീപത്തിരിക്കുകയാണ്. നോക്കുമ്പോൾ അടുപ്പിന്റെ മുകളിൽ ഒരു കലം ഇങ്ങനെ തിളക്കുന്നുണ്ട്. മഹാനവറുകൾ ആ സ്ത്രീയോട് പറഞ്ഞു, എന്തിനാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്? ആ ഉമ്മ പറഞ്ഞു, വിശന്നുകൊണ്ട് കരയുകയാണ്. അപ്പൊ ഉമറുൽ ഖത്താബ് നമ്മൾ ആ ഉമ്മയോട് പറഞ്ഞു, എന്നാൽ അടുപ്പില്ല വെന്ത് പാകമായ ഭക്ഷണം ആ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, ഉമറേ, അടുപ്പിന്റെ മുകളിൽ ഒരു തരി ഭക്ഷണം പോലുമില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് വിശന്നുകൊണ്ട് വിശപ്പ് അനുഭവിച്ചവർ കരയാൻ തുടങ്ങിയാൽ ഞാനൊരു കലമെടുത്തുകൊണ്ട് അടുപ്പിന്റെ മുകളിലേക്ക്
വെള്ളത്തിലേക്ക് വെക്കും. ആ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ എന്റെ കുട്ടികൾ ഭക്ഷണം വേവാനായി എന്ന് കരുതിന്റെ കുട്ടികളെ മനസ്സിന് സമാധാനം കിട്ടും. അങ്ങനെ അവർ ആ സമാധാനത്തിൽ ഇരുന്നിരുന്ന് പതുക്കെ കിടന്നുറങ്ങും. ഉറങ്ങിയാൽ ഞാൻ ആ കലമെടുത്ത് താഴെ പട്ടിണിയാണ്. കുറേ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ രാജ്യം ഭരിക്കുന്ന നാട്ടിൽ ഞാൻ അറിയാതെ ഇങ്ങനെ ഉമ്മയും മക്കളും ഒരു വീട്ടിൽ താമസിച്ചിട്ടോ എന്ന് കരുതി മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങൾ നേരെ ഓടുകയാണ്. നേരെ ഓടി ദാറുസ്സദഖയിലേക്ക് നേരെ ഓടിച്ചെന്നു. ഒരു സഞ്ചി എടുത്തു. ആ സഞ്ചിയിൽ കുറച്ച് പൊടിയും കുഴമ്പും കാരക്കയും വസ്ത്രവും ദിർഹവും നിറക്കുകയാണ്. ആ സഞ്ചി നിറയെ സാധനങ്ങൾ എടുത്തു. ഒരാൾക്ക് പൊന്തിക്കാൻ മാത്രം ഭാരമുള്ള സഞ്ചിയാണ്. കൂടെ തന്റെ ഖാദിം അസ്ലമുണ്ട്. അസ്ലം പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആ സഞ്ചി എന്റെ തലക്ക് മുകളിൽ വെക്കുക. നിങ്ങൾ എന്റെ കൂടെ നടന്നു വന്നാൽ നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ്. ഉമറുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഞാൻ രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ്, ശരിയാണ്. പക്ഷേ ആ കരഞ്ഞ കുട്ടിനാളെ പടച്ചറപ്പിന്റെ മുന്നിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് ഞാനാണ് ഈ ചുമടേറ്റുന്നത്. അതുകൊണ്ട് എന്റെ തലയിലേക്ക് ചുമട വെച്ചു തരണം. ആ ചുമടെടുത്തുകൊണ്ട് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഭക്ഷണം പാചകം ചെയ്യുന്നു. താരീഖിൽ കാണാം, ഉമറുൽ ഖത്താബ് തങ്ങൾ അടുപ്പിലേക്ക് ഊതിയത് കൊണ്ട് തന്റെ താടിയുടെ ഉള്ളിലൂടെ പുക പടലങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. എല്ലാം ആ ഉമ്മയെ മാറ്റി നിർത്തി കുട്ടികളെ മാറ്റി വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു. ആ കുട്ടികൾക്ക് ഭക്ഷണം മാറി കുട്ടി ചിരിച്ചിട്ടാണ് ഉമറുൽ ഖത്താബ് തങ്ങൾ തിരിച്ചു പോകുന്നത്. കരഞ്ഞിരുന്ന കുട്ടിയെ ചിരിച്ച് യാത്രയാക്കിയിട്ടാണ് തിരിച്ചു ഉമറുൽ ഖത്താബ് തങ്ങൾ. ഞാൻ അവസാനം മറ്റൊരു സമയത്ത് കാണാം, ആമുർ റമാദാൻ എന്ന് പറഞ്ഞ കാലം. ആമുർ റമാദാൻ എന്ന് പറഞ്ഞാൽ അന്ന് കൊടും വരൾച്ച നേരിട്ടൊരു കാലം. ആമുർ റമാദാൻ അന്ന് ഉമറുൽ ഖത്താബ് തങ്ങൾ ഒരു തീരുമാനം എടുക്കുന്ന തീരുമാനം, മുലപ്പാല് കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ എന്നുള്ളതാണ്. ഉമറുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഒരുപാട് ഭരണമികവുണ്ട്. ഇസ്ലാമിക് കലണ്ടർ വന്നതെന്നാണ്. അതുപോലെ പല സൈന്യങ്ങള്, റേഷൻ സംവിധാനങ്ങള്, അതുപോലെ ജനസമ്പർക്ക പരിപാടികൾ, ഇതൊക്കെ ആ രംഗത്ത് വന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ ഒരു തീരുമാനത്ത് വരൾച്ച എന്നുള്ള തീരുമാനത്തിൽ എന്താ തീരുമാനം? മുലപ്പാല് കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ, ബാക്കിയുള്ളവർക്കൊക്കെ റേഷൻ. കാരണം ഈ കുട്ടി പാല് കുടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഭക്ഷണം വേണ്ട എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മാത്രമല്ല, ഒരു സമയത്ത് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ യാത്ര പോകണം. രാത്രി ഇങ്ങനെ സഞ്ചരിക്കാണ്, ഓരോരുത്തരെ കഷ്ടപ്പാട് നോക്കാൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്യും. അങ്ങനെ പോയ സമയത്ത് ഇതേ സമയത്ത് ഒരു ടെന്റ്, ഒരു ഹൈമ കഴിഞ്ഞു. ആ ഹൈമ എന്ന് പറഞ്ഞ താൽക്കാലികം വെച്ച് കെട്ടിയതാണ്. അപ്പോ ഏതോ ദൂരത്തൊരു സ്ത്രീ വരികയാണ്. മദീനയിലേക്ക് ആരെ തപ്പിയിട്ട് ഖലീഫയെ തപ്പി മദീനയിലേക്ക് വരിക, റേഷൻ വാങ്ങാൻ വേണ്ടി വരിക, ദൂരത്ത് വരികയാണ്. അപ്പോ താൽക്കാലം രാത്രി സമയമായപ്പോ ആ സ്ത്രീ ഒരു ഹൈമ കെട്ടി അതിനുള്ളിൽ താമസിക്കണം. അപ്പൊ ആ ഹൈമയുടെ അരികിലേക്ക് പോയപ്പോ കുഞ്ഞിന്റെ കരച്ചിലാണ് കേൾക്കണം. അപ്പൊ എന്താ സംഭവം? ആ ഉമ്മ അന്ന് കുഞ്ഞിന്റെ മുലപ്പാൽ നിർത്തി. കാരണം മുലപ്പാല് നിർത്തിയിട്ട് ഒരു റൊട്ടി കഷ്ണം ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് നാളെ ഖലീഫിന്റെ മുമ്പിൽ പോകണം. ഇതാണ് ഉമ്മന്റെ തീരുമാനം. കാരണം എന്താ, റൊട്ടി കഷ്ണം കണ്ടാലേ കുട്ടിക്ക് റേഷൻ കിട്ടുള്ളൂ. കുട്ടി മുലപ്പാലെല്ലാം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അറിഞ്ഞാൽ എന്തിട്ടുള്ളൂ, റേഷൻ കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്തു? അന്ന് പാല് കൂടി നിർത്തി ഉമ്മ. ഈ കുട്ടിക്ക് പാല് കൂടി നിർത്തി. ആ കുട്ടി കരയിലെ വേറൊന്നും തിന്നാലേ. വിശപ്പോണ്ട് കുട്ടി കരയാൻ തുടങ്ങിയ രാത്രി സമയത്ത് മഹാനായ ഖലീഫ വീട്ടിലാണ് ചെന്ന് നോക്കുമ്പോൾ കുട്ടി കരയാണ്. അപ്പൊ ആദ്യം ചന്ദ്ര പറഞ്ഞു, അസ്തത്തി സോവിയത്തിക്ക് കുട്ടിയെ നിർത്തി കുട്ടിയുടെ കരച്ചിൽ നിർത്തിയ റഹ്മാനോട്. അങ്ങനെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയി തിരിച്ചു കൊണ്ട് കരച്ചിൽ കേട്ടു. അപ്പൊ രണ്ടാമത് ചെന്ന് പറഞ്ഞു. മൂന്നാമത് ചെന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, യാ ഉമ്മ അൻത ലഉമ്മസു. വളരെ മോശം സ്ത്രീയാണ്. ഇത്ര നേരം കുട്ടി കരഞ്ഞിട്ട് ആ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ നിൽക്കുകയാണ്. നിങ്ങൾ വളരെ മോശം സ്ത്രീയാണ്. അപ്പൊ ഉടനെ തന്നെ ആ സ്ത്രീ പറഞ്ഞു, വന്നത് ഖലീഫനറിയില്ല, സത്യത്തിൽ വന്നത് ഖലീഫനല്ല. ഖലീഫയോട് ഉടനെ പറഞ്ഞു, ഉമറിന്റെ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ തീരുമാനം? മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ എന്നാണ് ഉമർ ഈ ആമുഖന്മാർ ആ കാലത്ത് നടപ്പിലാക്കിയത്. എന്റെ കുട്ടി മുലപ്പാല് കുടിച്ചിട്ട് ഞാൻ ചെന്നാൽ എന്റെ കുട്ടിക്ക് റേഷൻ കുട്ടികളൊക്കെ റേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ എന്റെ കുട്ടിയുടെ മുലപ്പാല് ഞാൻ അവസാനിപ്പിച്ചു. ഒന്നും കുടിക്കാനില്ലാതെ തിന്നാനില്ലാതെ കുട്ടി കരയാണ്, വിശപ്പോട് കരയാണ്. ഉമറുൽ ഖത്താബ് വല്ലാതെ അത്ഭുതപ്പെട്ടു. ഞാനെടുത്ത തീരുമാനം ഉണ്ടായി പോയല്ലോ.
എത്ര കുട്ടികൾ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവും. അന്ന് രാത്രി വേഗോടി മദീന പള്ളിയിൽ സുബഹിക്ക് ഇമാമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇമാമെന്ന് മാത്രമല്ല, അന്ന് നിസ്കാരത്തിൽ മഹാനവർ ഓതിയ സൂറത്തു സ്വാഫാത്ത്. ആ സൂറത്തു സ്വാഫാത്ത് ഓതുമ്പോൾ ആയത്ത് വന്നു പരിശുദ്ധ ഖുർആനിൽ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ എന്ന ആയത്ത് ഓതാണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? വഖിഫൂഹും, അവരെ മലക്കുകൾ എഴുന്നേൽപ്പിച്ചു നിർത്തും. എന്നിട്ട് ഇന്നഹും മസ്ഊലൂൻ, അവരെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് പഠിച്ചവനെ ആ കുട്ടിന്റെ വിഷയത്തിൽ ഇനി നാളെ ചോദ്യം ചെയ്യുന്നു. ആയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഒന്നുകൂടെ മുമ്പോട്ടും കാര്യം മടക്കി വന്ന സൂറത്തിന് പൂർത്തിയാവില്ല. അവസാനം കരച്ച് അസഹനീയമായ കൂടെ മൗമൂമികളായ സ്വഹാബ് കരയാൻ തുടങ്ങി. കൂടെ മൗമൂമികളൊക്കെ കരയാൻ തുടങ്ങി. മദീന പള്ളിയിൽ കൂട്ടക്കരച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്. അദ്ദേഹം എത്ര മുസ്ലിം മക്കളെയാണ് ഈ ഉമർ കൊണ്ടുകിട്ടിയത്. എന്റെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് എത്ര കുട്ടികളാണ് വിശന്ന് ഈ ലോകത്ത് വിട പറഞ്ഞു പോയത്. ഉമർ തങ്ങൾ സ്വന്തം കുറ്റപ്പെടുത്തും. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി അലാ ഇന്നി അദ്രിബു ബികുല്ലി മൗലൂദിൻ ഫിൽ ഇസ്ലാം, ഇനി ജനിച്ച കുട്ടികൾ ആരൊക്കെയുണ്ടോ ആ കുട്ടികൾക്കൊക്കെ ഇന്ന് മുതൽ വിഷം അന്ന് മുതൽ തീരുമാനം മാറ്റുന്നത്. അന്ന് മുതൽ തീരുമാനം മാറ്റി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിന്റെ ഭരണത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരുപാട് കണക്കുകൾ, കാരണം പലതും. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കറാമത്തും അദ്ദേഹത്തിന്റെ വഫാത്തും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ധാരാളം കറാമത്തുകളുടെ കൂട്ടത്തിൽ ഒരു കറാമത്ത് കാണാം. അദ്ദേഹം ഈ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് യാത്രയാക്കിയ ഈജിപ്തിലേക്ക് ഗവർണറായി നിയോഗിച്ച ആ സംഭവം. ഈജിപ്തില് പ്രധാനപ്പെട്ട നദിയാണ് നൈൽ നദി. ആ നൈൽ നദിക്ക് ഒരു സ്വഭാവമുണ്ട്. എല്ലാ വർഷത്തിലും ഒരു ദിവസം ആ നദി തീരെ ഒഴുക്ക് നിശ്ചലായുള്ള പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം പൊന്തും, ആ പ്രദേശം മൊത്തം വെള്ളത്തിനടിയിലാണ്. പക്ഷെ നൈൽ നദിക്കുള്ള ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നല്ല ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് ഭംഗിയുള്ള ഒരു കന്യകയെ നല്ല വസ്ത്രം ധരിപ്പിച്ച നദിയിലേക്ക് ജീവനോടെ എറിഞ്ഞാൽ നദിയുടെ ഉദ്യോഗം. അങ്ങനെ സ്വഭാവം നൈൽ നദിക്കുണ്ടായി. അപ്പൊ ഒരു ജീവനോട് സമർപ്പിക്കണം. ആ പച്ചയായ ഒരു മനുഷ്യനെ ജീവനോടെ നല്ല വസ്ത്രം ധരിപ്പിച്ച് ആഭരണങ്ങൾ ധരിപ്പിച്ച് നദിയിലേക്ക് എറിഞ്ഞാലേ നദി ഒഴുകും. ആ നാട്ടിൽ ആചാരം കൂടിയായിരുന്നു. ആ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അവിടെ ഗവർണറായി എത്തി. ആ കൊല്ലത്തിലും നൈൽ നദി ഒഴുകാതെയായി. ആളുകൾ വന്ന് പറഞ്ഞു, സർവാഭരണ വിഭൂഷിതയായി ഒരു കന്യകയായ സ്ത്രീ നൈൽ നദിയിലേക്ക് എറിയപ്പെട്ടാലാണ് നദി ഒഴുകുക. അതുകൊണ്ട് അംർ ഇബ്നു ആസ് തങ്ങളെ, നിങ്ങളാണ് ഈജിപ്തിലെ ഗവർണർ, നിങ്ങൾ ഞങ്ങൾക്ക് അതിന് അനുമതി തരണമെന്ന് പറഞ്ഞു. സമ്മതം ചോദിച്ചു. പക്ഷേ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സമ്മതം നൽകിയില്ല. ഒരിക്കലും ഞാൻ അനുവദിക്കൂല. ഒരു മനുഷ്യ ജീവനെ നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് ജീവൻ അപഹരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അംർ ഇബ്നു ആസ് സമ്മതിക്കാതെ വന്നു. അന്നത്തെ ദിവസം വൈകുന്നേരമായി. നദിയുടെ ഒഴുക്ക് നിന്നു. വെള്ളം കയറാൻ തുടങ്ങി. നൈലിന്റെ പ്രദേശങ്ങളൊക്കെ വെള്ളപ്പൊക്കത്തിലേക്ക് അടുക്കുകയാണ്. ആളുകൾ ഈജിപ്ത് വിടാൻ തുടങ്ങുകയാണ്. നദി വീണ്ടും ഒഴുകുന്നില്ല. മഹാനവറുകൾ ഖലീഫയ്ക്ക് ഒരു ദൂതൻ മുഖാന്തരം എഴുത്തെത്തിച്ചു. അങ്ങനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ ഒരു തിരിച്ചുകൊണ്ടൊരു കത്തതാ മഹാനവറുകൾക്ക് തിരിച്ചെഴുതുകയാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കത്ത് തിരിച്ചെഴുതി കൊടുക്കുന്നു. ആ കത്തിൽ ഒരു തോൽ കഷ്ണവും ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ തോൽ കഷ്ണം നൈൽ നദിയിൽ എറിഞ്ഞാൽ നൈൽ ഒതുങ്ങി ഒഴുകിക്കോളും അംറേ. അതുകൊണ്ട് ഈ തോൽ കഷ്ണം നിങ്ങൾ അറിയണം. ഒരു മനുഷ്യൻ നിങ്ങൾ അറിയണ്ട, ഈ തോൽ കഷ്ണം അറിഞ്ഞാൽ മതി. എന്തിനാ തോൽ കഷ്ണത്തിൽ അദ്ദേഹം എഴുതി വെച്ചത്? മിൻ അബ്ദില്ലാഹി ഉമർ അമീറുൽ മുഅ്മിനീൻ. ഇത് അമീറുൽ മുഅ്മിനീനായ അല്ലാഹുവിന്റെ അടിമയാകുന്ന ഉമറിന്റെ എഴുത്താണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ നൈൽ അഹ്ലി മിസ്ർ, നൈലിലുള്ള കത്താണ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഫൈ കുന്തി തജ്രി മിൻ ഖിബലകി വമിൻ അംരികി ഫലാ തജ്രി ഫലാ ഹാജത ലനാ. നിന്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് നീ ഒഴുകുന്നതെങ്കിൽ എന്നോട് വർത്താനം ഇതിനോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ എഴുതാം. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ നൈലെ നീ ഒഴുകുന്നതെങ്കിൽ ഫലാ ഹാജത ലനാ, ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ഇഷ്ടം പോലെ ചെയ്യുന്നു, ഒഴുക്കുന്നുണ്ടോ എന്ന് പ്രശ്നം.
അതേ സമയത്ത് അല്ലാഹുവാണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ അനുമതിയോട് കൂടിയാണ് നീ ഒഴുകുന്നതെങ്കിൽ നിന്നെ ഒഴുക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് അള്ളാഹിനോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നീ ഒഴുകാൻ വേണ്ടി അള്ളാഹിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കഷ്ണത്തിൽ എഴുതിയിട്ട് അത് നൈലിലേക്ക് എറിയാനാണ്. അത് നൈലിലേക്ക് പിന്നെ എറിഞ്ഞു എന്ന് മാത്രമല്ല, നൈൽ ഒഴുകുകയും പിന്നീട് ഒരിക്കലും നൈലിന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ നിശ്ചലമാകുക എന്നുള്ളത് പിന്നീട് നൈലിലേക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അന്നത്തെ ഒരു ദിവസം മാത്രം 16 മുഴം വെള്ളം താഴെ ഒഴുകിയിട്ട് 16 മുഴം വെള്ളം താഴെ മഹാനവരുടെ ജീവിതത്തിലുള്ള അത്ഭുതകരമായ സംഭവം. കൂടുതൽ പല വിഷയങ്ങളും പറയാനുണ്ട്. മഹാനവരുടെ വഫാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിജ്റ 23 അവസാനത്തിലെ വഫാത്ത്. ഹിജ്റ 23 അവസാനത്തിലെ വഫാത്ത്. വഫാത്തിന് കാരണം അദ്ദേഹം എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, പടച്ചവനെ നല്ലൊരു മരണം വേണം, ഷഹീദിന്റെ മരണം നൽകണം. അല്ലാഹ് എപ്പോഴുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മണ്ണിൽ വെച്ച് മരിപ്പിക്കണം അല്ലാഹ്. പ്രാർത്ഥനയാണ്. മദീനയിൽ വെച്ച് മരിക്കാനുള്ള താല്പര്യം. ഒരു മനുഷ്യന് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, മരണത്തെ ചിന്തിക്കണം. പടച്ചവനൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഒരാളും ആഗ്രഹിക്കാൻ പാടില്ല. മരണത്തെ ഓർക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മരണം കൊതിക്കാൻ പാടില്ല. എന്ത് രോഗം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, പ്രയാസം വന്നാലും പടച്ചവനെ ഈ ജീവനൊന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കരുത്. 2 സ്ഥലങ്ങളിൽ ഒഴികെ ഒന്ന് മക്കയും മദീനയുമാണ്. മദീനത്തും അങ്ങനെ ആലോചിക്കാം, അങ്ങനെ ചിന്തിക്കാം. കാരണം നാളെ മഹ്ശറിൽ ആദ്യമായി വിളിക്കപ്പെടുന്നവർ അവരെയാണ്. ജന്നത്തുൽ ബഖീലും ജന്നത്തുൽ മുഅല്ലയിലും അന്ത്യവിശ്രമം കൊള്ളുന്നവരെയാണ് നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് ആദ്യമായി വിളിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അവിടെ മരണം കൊതിക്കാം. എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പരിശുദ്ധമായ ഹറമുകളിൽ, പരിശുദ്ധമായ മക്കയിലും മദീനയിലും അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചു, മഹാനായ ബാഫഖി തങ്ങളെ പരിശുദ്ധമായ മക്കയിലെ ജന്നത്തുൽ മുഅല്ലൈ ജന്നത്തുൽ ബഖീലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരുപാട് മഹാന്മാർ അങ്ങനെ മരണം കൊതിച്ചു പോയവരുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ലോകത്തോട് വിട പറഞ്ഞു പോയവരുണ്ട്. എന്നതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മണ്ണിൽ എന്നെ വഫാത്താക്കണേ. അങ്ങനെ ദിവസം ഹിജ്റ 23 അവസാനത്തിൽ ഒരു സുബഹിന്റെ സമയത്ത് മദീന പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാണ്. സുബഹിന്റെ ജമാഅത്തായി സുബഹി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതാ അവിടെ മറവിൽ ഒരു ശത്രു പാത്തിരുന്നു. മൃതങ്ങളെ അബൂ ലുബലബ് എന്ന് പറയുന്ന മനുഷ്യൻ, അബൂ ലുബലബ് എന്ന് പറയുന്ന മനുഷ്യൻ വിഷത്തിൽ ഊട്ടപ്പെട്ട വാൾ, ആ വാളെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ വധിക്കാൻ തക്കം പാർത്തിരുന്നു. എന്തേ കാരണം? ഒരു അന്യായമായ കാര്യം നടപ്പിലാക്കി കൊടുക്കാത്തതിന്റെ പേരിൽ. ഖലീഫയാവുന്ന കാലത്ത് തികച്ചും അന്യായമായ ഒരു കാര്യവുമായി ഉമർ തങ്ങൾ അടുത്ത് വന്നു അബൂ ലുബലബ്. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, അബൂ ലുബലബ്, നിന്റെ ഈ കാര്യം നടപ്പിലാക്കാൻ കഴിയാതെ അന്യായമാണ്. എത്ര നല്ല ഭരണമികവാണ്. സ്വന്തക്കാർക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിൽ പോലും അന്യായമായ ഒരു കാര്യം പോലും ചെയ്തില്ല. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ആ കാര്യം ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ തക്കം പാർത്തിരുന്നു. മദീന പള്ളിയിലെ സുബഹിന്റെ ജമാഅത്തിൽ ഇമാമായി നിൽക്കുന്ന സമയത്ത് വിഷത്തിലൂട്ടപ്പെട്ട വാളുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ്. ലോകത്തോട് വിട പറയാൻ ഉമർ തങ്ങൾ വീണു, മദീന പള്ളിയിൽ വീണു. എന്ന് മാത്രമല്ല, അബൂലുബലത്ത് ഓടാൻ തുടങ്ങി. തടയാൻ ശ്രമിച്ച 12 ആളുകളെയും വെട്ടി പരിക്കേൽപ്പിച്ചു. 6 ആളുകൾ ക്ഷണം തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവസാനം അബൂലുബലത്ത് തന്റെ പിടികൂടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ, അദ്ദേഹത്തെ പിടിക്കപ്പെടുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ തന്റെ കയ്യിലുള്ള വാള് കൊണ്ട് സ്വന്തം വയറ്റിലേക്ക് ആ വാള് കൊണ്ട് കുത്തിയിറക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു. അബൂലുബലത്തിന്റെ മരണം അങ്ങനെയായിരുന്നു. പിന്നീട് 3 ദിവസം കൂടി ജീവിച്ചു. തന്റെ ആരോഗ്യം കൊണ്ട് വിഷത്തിൽ ഒട്ടപ്പെട്ട വാളാണ്. ആ വാള് കൊണ്ട് നിരന്തരം വെട്ടിയിട്ടും ഉമർ തങ്ങൾ തന്റെ ആരോഗ്യം കൊണ്ട് 3 ദിവസം കൂടി ജീവിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ മുഹറം 1 ഞായറാഴ്ച ലോകത്തോട് വിട പറയാൻ, ലോകത്തോട് വിട പറഞ്ഞു. മരണപ്പെട്ടു, വഫാത്തായി പരിശുദ്ധ മദീനയിൽ.
മരിക്കാൻ കിടക്കുന്നതിന്റെ തൊട്ട് മുമ്പാണ് വെട്ടേറ്റ് കിടക്കുമ്പോ മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുള്ള, ഒരു വസിയത്ത് നിന്നോട് പറയാനുണ്ട്. എന്താണ് വസിയത്ത്? എന്റെ ജീവിതത്തിലെ രണ്ട് കൂട്ടുകാർ, ഒന്ന് മദീനയിൽ നിന്ന് വിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്റെ കൂട്ടുകാരനാണ്, എന്റെ പ്രവാചകനാണ്. മറ്റൊന്ന് എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. രണ്ടുപേരും അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പള്ളിയിൽ റൗദയുടെ അവരുടെ സമീപത്ത് ഒരാൾക്ക് കൂടി ഖബർ ഒരുക്കാനുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് മോനെ അബ്ദുള്ള, അത് ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാകുന്ന ആയിഷ ബീവിക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്ഥലമാണ്. ഉമറിനൊന്ന് അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹമുണ്ട്, കൂട്ടുകാരുടെ സമീപത്ത് കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീനാകുന്ന ആയിഷ ബീവിയോട് എന്റെ ഈ ആഗ്രഹം ഒന്ന് പറഞ്ഞ് സമ്മതം വാങ്ങാൻ കഴിയുമോ? നേരെ പോയി റളിയല്ലാഹു അൻഹു തങ്ങൾ നേരെ പോയി മഹാനായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അരികിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഉപ്പ പറഞ്ഞതുപോലെ പറഞ്ഞു. ഉപ്പ പറഞ്ഞതുപോലെ പറയുകയാണ്, യഖ്റഉ അലൈകി ഉമർ വസ്സലാം വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ. ഉപ്പ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടൊരു സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഉമർ പറഞ്ഞു എന്നാണ് പറയാൻ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്നാൽ പോലും ഉമർ തങ്ങൾ പറയാണ് ആയിഷ ബീവിയോട് പറയാൻ പറഞ്ഞത്, എന്റെ ഉപ്പ ഉമർ നിങ്ങളോടൊരു സലാം പറയാൻ പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ എന്ന വാചകം ഉപയോഗിക്കരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഫൈന്നീ ലസ്തുൽ യൗമ ലിൽ മുഅ്മിനീന അമീറാ, ഇന്ന് ഞാൻ മദീനയിലെ 22 രാജ്യങ്ങളുടെ ജനങ്ങളുടെ അമീറല്ല, ഞാൻ മരണപ്പെടാൻ പോവുകയാണ്. ഒരാളും അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചു പോകരുത്. 22 രാജ്യം ഭരിച്ച ഒരു ഖലീഫയുടെ അവസാന നിമിഷമാണ്. ആയിഷ ബീവിയുടെ അരികിൽ ചെന്നു സമ്മതം ചോദിച്ചു. ഉപ്പ പറഞ്ഞു, നിങ്ങളോട് ഒരാൾക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള ഖബറിനുള്ള സ്ഥലം സിദ്ദീഖ് എന്നവരെ ചാരത്തുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാർ ചെയ്ത സ്ഥലം എന്റെ ഉപ്പാക്ക് നൽകുമോ എന്ന് എന്നോട് സമ്മതം ചോദിച്ചതാണ്. ആ സമയത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫവജദഹാ ഖായിദതൻ തബ്കീ, ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. ഒരുപാട് കാലത്ത് ആഗ്രഹം അവിടെ അന്ത്യവിശ്രമം കൊള്ളണമെന്നാണ്. സ്വന്തം ഭർത്താവിന്റെ സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളണം, സ്വന്തം ഉപ്പയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളണം. അത് ആയിഷ ബീവിയുടെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ വർഷങ്ങളോളം ആഗ്രഹിച്ചിരുന്ന എന്റെ ആഗ്രഹം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 10 വർഷക്കാലം 10 വർഷത്തെ ഖിലാഫത്ത് ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖലീഫയുടെ മരണം നടക്കുന്നത്. 10 കൊല്ലത്തെ ഖിലാഫത്ത്, 10 കൊല്ലമായി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചതാണ് ഉമ്മയുടെ ചാരത്ത്, പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തിന്റെ വിശ്രമം കൊള്ളണം. പക്ഷേ ഉമർ തങ്ങൾ അവസാനത്തെ അഭിലാഷമാണ്, മകനാണ് വന്ന് ചോദിക്കുന്നത്. ആ സമയത്ത് ആയിഷ ബീവി കരഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു, കുന്തു ഉരീദുഹു ലിനഫ്സി വലൗ ഉസിറന്ന ബിഹിൽ യൗമ അലാ നഫ്സി. ഇതുവരെ ഞാൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമായിരുന്നു, പക്ഷേ വലൗ ഉസിറന്ന ബിഹിൽ യൗമ അലാ നഫ്സി, ഇന്ന് ഞാൻ അത് ഉമർ തങ്ങൾക്ക് വേണ്ടി എന്റെ ആഗ്രഹം മാറ്റി അദ്ദേഹത്തെ വേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ സ്ഥലം കൊടുത്തുവാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ അങ്ങനെയാണ് മഹാനവരുടെ അവസാന സമയം. അങ്ങനെ അവിടെ മറവ് ചെയ്തു മഹാനവർ പരിശുദ്ധ റൗള ശരീഫിൽ ഇന്ന് നമ്മൾ പോയാൽ അഷ്റഫുൽ ഖൽഖിന്റെയും അതുപോലെ സിദ്ദീഖ് തങ്ങളുടെയും ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന 3 മഖ്ബറകൾ അവിടെ കാണാം. അവിടുത്തെ ഏറ്റവും സിയാറത്തിന്റെ മര്യാദയാണ് 3 പേർക്കും സലാം പറഞ്ഞിട്ടാണ് നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്. അല്ലാഹു നമുക്ക് ഉടർത്തിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. പോയ ആളുകൾക്ക് അല്ലാഹു ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത ആളുകൾക്ക് അവരുടെ ഹജ്ജ് ഉംറകളൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. ആ പരിശുദ്ധ റൗളയിൽ ചെന്ന് മുത്തനബിയുടെ ചാരത്ത് ധാരാളം സലാം പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോയവർക്ക് ഇവിടെ എത്തിപ്പെടാൻ, പോയവർക്ക് ഇനിയും പോകാത്തവർക്ക് ഇവിടെ എത്തിപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ചെറിയ ദുആ നടത്തി പിരിയണം. ഇൻഷാ അല്ലാഹ് നേരത്തെ ജുമഅ സൂചിപ്പിച്ചതുപോലെ
നമ്മുടെ പരിശുദ്ധ റമദാനിലെ 3ാമത്തെ വെള്ളിയാഴ്ച മുതൽക്കുള്ള അവസാനത്തെ 10 ദിവസത്തിൽ നമ്മുടെ ദർസിന്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടി കുറച്ച് അരി നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് നമുക്ക് ഏകദേശം 100-ലധികം ആളുകൾ പറഞ്ഞെങ്കിലും 100ഓളം ആളുകളുടെ കാശ് നമുക്ക് ഈ റമദാൻ എത്തിക്കാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അതിനൊക്കെ സഹായിച്ചു, സഹകരിച്ചു. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ വർഷം 2200 ഒരു ചാക്കിൽ പറഞ്ഞിരുന്നത്. അത് ഒരു സുഖകരമായി നമുക്കത് കൈകാര്യം ചെയ്യാൻ 2000 രൂപയാക്കി മാറ്റിക്കൊണ്ട് ഒരു ചാക്കിൽ 2000 രൂപ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇൻഷാ അല്ലാഹ് വിവരം അറിയിക്കാം. ഇവിടെ നമുക്കൊന്ന് തുടങ്ങി വെച്ച് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ കുറച്ച് ആളുകളാണ്.